ദൈവത്തിന് മഹത്വം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് IPC സെൻട്രൽ സ്കൂൾ അസോസിയേഷന്റെ 11ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമായ ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ 8ാം അധ്യായമാണ് ഈ പാഠത്തിന്റെ ആധാരം. ദാനിയേൽ പ്രവചനത്തിൽ 8ാം അധ്യായത്തിൽ ദാനിയേൽ ഒരു ദർശനം കാണുന്നു. ബെൽഷസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3ാം ആണ്ടിൽ ദാനിയേൽ ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ നഗരത്തിലായിരിക്കുമ്പോൾ ദാനിയേൽ ഒരു ദർശനം കാണുന്നതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും ദർശനമാണ് ദാനിയേൽ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദർശനത്തിൽ ദാനിയേൽ ഊലായി നദീതീരത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഊലായി നദീതീരത്തിൽ, നദിയുടെ പേര് ഊലായി നദി എന്നാണ് പേര്. ഊലായി നദീതീരത്ത് ദാനിയേൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയത്ത് നീണ്ട 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദിയിൽ നിന്ന് കയറി വരുന്നതായിട്ട് ദാനിയേൽ ദർശനത്തിൽ കാണുന്നു. ഈ ആട്ടുകൊറ്റന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 2 കൊമ്പിൽ ഒരു കൊമ്പിന് മറ്റേ കൊമ്പിനേക്കാൾ നീളം കൂടിയതാണ്. അതാണ് പ്രത്യേകത. അവസാനം മുളച്ച കൊമ്പ് മറ്റേ കൊമ്പിനേക്കാൾ നീളം കൂടിയതാണ് ഈ കൊമ്പ്, ഈ ആട്ടുകൊറ്റന്റെ കൊമ്പ്. ഈ ആട്ടുകൊറ്റൻ 3 സൈഡിലേക്കും, പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും 3 സൈഡിലേക്കും ഇടിക്കുന്നതായിട്ട് ദാനിയേൽ കാണുന്നു. ആർക്കും ഒരു മൃഗത്തിന് പോലും ആട്ടുകൊറ്റന്റെ മുമ്പിൽ നിൽക്കാൻ സാധ്യമല്ല. അത്ര ശക്തികളായിരുന്നു ഈ ആട്ടുകൊറ്റൻ. പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഈ ആട്ടുകൊറ്റൻ ഇടിക്കുന്നതായിട്ട് ദാനിയേൽ കാണുന്നു. ആർക്കും നിൽക്കാൻ കഴിഞ്ഞില്ല. ഇഷ്ടം പോലെ അത് ചെയ്തുകൊണ്ടിരുന്നു. ദാനിയേൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറുന്ന് വരുന്നതായിട്ട് ദാനിയേൽ കാണുന്നു. ഈ ആട്ടുകൊറ്റൻ 3 സൈഡിലേക്ക് ഇടിച്ചുകൊണ്ട് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറുന്ന് കടന്നു വരുന്നതായിട്ട് കാണുന്നു. ഇതിന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്നു. ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണുകളുടെ നടുവിൽ നല്ലൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി കണ്ട ആട്ടുകൊറ്റൻ നേരെ പാഞ്ഞു നിന്നിട്ട് നല്ല ദേഷ്യത്തോടുകൂടി, ഉഗ്ര കോപത്തോടുകൂടി ആ ആട്ടുകൊറ്റനെ എന്ത് ചെയ്തു? തകർത്ത്, ആ ആട്ടുകൊറ്റനെ ഇടിച്ചിട്ട് അതിന്റെ 2 കൊമ്പും തകർത്ത് കളഞ്ഞു. കൂടാതെ മാത്രമല്ല, നിലത്ത് തള്ളിയിട്ട് ചവിട്ടി കളയുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ ആട്ടുകൊറ്റനെ രണ്ടാമത് വന്ന കോലാട്ടുകൊറ്റൻ ചവിട്ടി കളയുന്നു. അങ്ങനെ രണ്ടാമത് വന്ന കോലാട്ടുകൊറ്റൻ ഏറ്റവും ബലപ്പെട്ടു. ഈ സമയത്ത് ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോലാട്ടുകൊറ്റന്റെ നടുക്കുണ്ടായിരുന്ന വിശേഷമായ കൊമ്പ് തകർന്നുപോയി. അതിന് പകരം 4 കൊമ്പുകൾ, ആകാശത്തിലെ 4 കാറ്റ് നേരെ ഭംഗിയുള്ള 4 കൊമ്പുകൾ മുളച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിൽ നിന്നൊരു ചെറിയ കൊമ്പ്, ഈ 4 കൊമ്പിൽ നിന്നൊരു ചെറിയ കൊമ്പ് മുളച്ച് അത് അങ്ങ് ആകാശത്തോളം വളർന്നതായിട്ട് ദാനിയേൽ കാണുന്നു. ആകാശത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ തന്നെത്താൻ വലുതാക്കുകയും ചെയ്തു. നിരന്തരം ഹോമയാഗം അപഹരിക്കുകയും വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയും, യെരൂശലേം ദേവാലയം ഇടിച്ചു കളയുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈ 4 കൊമ്പിൽ നിന്ന് മുളച്ച ഒരു ചെറിയ കൊമ്പ്. അപ്പോൾ ഇങ്ങനെ ദാനിയേൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് ചോദിക്കുന്നു, ഈ അതിക്രമം, ഈ കോലാട്ടുകൊറ്റന്റെ ചെറിയ കൊമ്പിൽ നിന്നുള്ള അതിക്രമം എത്ര നാൾ നീണ്ടു നിൽക്കുന്നത് ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് ചോദിക്കുന്നു. അപ്പോൾ മറ്റേയാൾ മറുപടി പറയാണ്, 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ എന്ന് മറുപടി പറയുന്നു. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടുമെന്നും മറുപടി പറയുന്നു. അതോടുകൂടി ദാനിയേലിന്റെ ഈ സ്വപ്നം അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് ദാനിയേൽ ഈ 8ാം അധ്യായത്തിൽ, 8ാമത്തെ പാഠത്തിൽ ദാനിയേൽ 8ാം അധ്യായത്തിൽ കണ്ട ആട്ടുകൊറ്റന്റെയും കോലാട്ടുകൊറ്റന്റെയും സ്വപ്നം എന്ന് പറയുന്നതിന്റെ ചെറിയൊരു വിവരണമാണ്. ഇതാണ് ഈ സ്വപ്നം. ദാനിയേൽ അപ്പോഴത്തേക്കും സ്വപ്നത്തിന് എഴുതിയിട്ടു. ഈ ദർശനത്തിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ അവന്റെ അടുക്കൽ വന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി ദർശനത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ 8ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ അർത്ഥം നമുക്ക് ചുരുക്ക രീതിയിൽ നമുക്ക് നോക്കാം. 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ മേദ്യ പാർസ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചു മേദ്യ പാർസ്യ സാമ്രാജ്യം, ബാബിലോൺ കഴിഞ്ഞ അടുത്ത വന്ന സാമ്രാജ്യമാണ് മേദ്യ പാർസ്യ സാമ്രാജ്യം. ബാബിലോൺ കഴിഞ്ഞ നീളം കൂടിയ കൊമ്പ് പാർസികളെ കാണിക്കുന്നു. 2 സാമ്രാജ്യം ചേർന്നതായിരുന്നു മേദ്യ പാർസ്യ സാമ്രാജ്യം. ഇത് നീളം കൂടിയ കൊമ്പ് പാർസികളെ കാണിക്കുന്നു. ഈ ആട്ടുകൊറ്റൻ 3 പ്രദേശത്തേക്ക് ഇടിക്കുന്നതായി കണ്ടതുപോലെ തന്നെ ഈ മേദ്യ പാർസ്യ സാമ്രാജ്യക്കാര് ലോകത്തിന്റെ അന്നുണ്ടായിരുന്ന മിക്ക പ്രദേശങ്ങളും കീഴടക്കി. ഹിന്ദു ദേശം മുതൽ എത്യോപ്യ വരെ സ്ഥലങ്ങളും കീഴടക്കി. ഹിന്ദു ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ മുതൽ ഈ ആഫ്രിക്ക വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ കീഴടക്കിയതായിട്ട് കാണുന്നു. അതാണ് 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ 3 സൈഡിലേക്കും ഇടിച്ചുകൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്തിയ ആട്ടുകൊറ്റൻ. ഇനി അടുത്ത് കോലാട്ടുകൊറ്റൻ എന്താണ്? കോലാട്ടുകൊറ്റൻ യമനായ അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ് കോലാട്ടുകൊറ്റൻ.
കോലാട്ടുകൊറ്റന്റെ പ്രത്യേകത എന്റെ കണ്ണിന്റെ നടുവിൽ ഒരു ചെറിയ മനോഹരമായ ഒരു കൊമ്പുണ്ടായിരുന്നു. കണ്ണുകളുടെ നടുവിൽ വലിയ കൊമ്പ് എന്തിനെ കാണിക്കുന്നു? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കാണിക്കുന്നു. പടിഞ്ഞാറെന്ന് വരുന്നു പറയുമ്പോൾ ഗ്രീസിൽ നിന്നാണ് അലക്സാണ്ടർ വരുന്നത്, പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് വരുന്നത് കാണുന്നത്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധേയമാണ്. അലക്സാണ്ടർ സൈന്യം പെട്ടെന്ന് കയറി വരികയും അന്ന് അറിയപ്പെട്ടിരുന്ന മിക്ക രാജ്യങ്ങളെയും കീഴടക്കുകയും ചെയ്തു. അലക്സാണ്ടർ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു സാമ്രാജ്യമായിരുന്നു മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം. BC 331 ആർബല്ല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗ്രീക്ക് സൈന്യം പാർസികളെ തോൽപ്പിക്കുകയും അങ്ങനെ ആ മേദ്യ പാർസി സാമ്രാജ്യം BC 331 അസ്തമിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ പഠിക്കുന്നു. എന്നാൽ ഒന്നാം ഘട്ടത്തിൽ റോം 2 തകർത്തു, രണ്ടാം ഘട്ടത്തിൽ നിലത്ത് ചവിട്ടി കളഞ്ഞു എന്ന് പറയുന്നു. അപ്പം 2 യുദ്ധത്തോടുകൂടി ഈ മേദ്യ പാർസി സാമ്രാജ്യത്തെ യവനായ സാമ്രാജ്യം, മഹാനായ അലക്സാണ്ടർ നേതൃത്വത്തിലുള്ള യവനായ സാമ്രാജ്യം കീഴടക്കുകയാണ് ഉണ്ടായത്. പക്ഷെ കോലാട്ടുകൊറ്റൻ പ്രബലപ്പെട്ടപ്പോൾ ഈ കൊമ്പ്, ഈ നടുക്കുണ്ടായിരുന്ന ഈ കൊമ്പ് എന്ത് ചെയ്തു? വലിയ കൊമ്പ് തകർന്നു പോയി എന്ന പ്രവചനം നിറവേറ്റപ്പെട്ടു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ യവന സാമ്രാജ്യം ശക്തിമത്തായി തീർന്ന സമയത്ത് തന്നെ അലക്സാണ്ടർ പെട്ടെന്ന് മരിച്ചുപോയി. എങ്ങനെ മരിച്ചതിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. മരിച്ചതിന്റെ ചരിത്രം പറയുമ്പോൾ മഹാനായ അലക്സാണ്ടർ പെട്ടെന്ന് മരിച്ചുപോയി. ഇന്ത്യ കീഴടക്കി. അതായത് ഇന്ത്യയിൽ BC 326 ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് ബാബയിലേക്ക് പോയപ്പോൾ ഇന്ത്യക്ക് മടങ്ങിപ്പോയപ്പോൾ ഒരു രാത്രി അദ്ദേഹം അമിതമായിട്ട് മദ്യപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ജലാശയത്തിൽ, ഒരു കുളത്തിൽ കയറി കിടന്നു. മിക്കവാറും രാത്രി മുഴുവൻ കുളത്തിൽ കിടന്നു. മദ്യത്തിലുണ്ട് അറിഞ്ഞില്ല. തൽഫലമായി അദ്ദേഹത്തിന് കഠിനമായ പനി പിടിച്ചു. വെറും 33-ാമത്തെ വയസ്സിൽ BC 323 അലക്സാണ്ടർ ചക്രവർത്തി, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി വെറും 12 വർഷങ്ങൾ കൊണ്ട് അന്ന് അറിയപ്പെടുന്ന രാജ്യങ്ങളെ കീഴടക്കിയിരുന്ന മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി 33-ാമത്തെ വയസ്സിൽ BC 323 മരണത്തിന് കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ വളരെ കഴിവുണ്ടായിരുന്ന ആ ചക്രവർത്തിയെ ഒരു മദ്യം കീഴ്പ്പെടുത്തിക്കൊന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ മിടുക്കന്മാരായ കുറെ ആൾക്കാരെ ഇന്നും മദ്യം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം ഇതിൽ മനസ്സിലാക്കുന്നു. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വലിയ കൊമ്പ് പോയി കഴിഞ്ഞപ്പോൾ അതിൽ 4 കൊമ്പുകൾ മുളച്ചു വരുന്നു. ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം, ഇദ്ദേഹത്തിന്റെ മക്കളൊന്നും അത്ര ഇതില്ലാത്തത് കൊണ്ട് 4 സൈന്യാധിപന്മാർ ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം വിഭജിച്ചെടുത്തു. ഈ സാമ്രാജ്യം എന്തൊക്കെയായിരുന്നു? മാസിഡോണിയ. ഈ 4 സൈന്യാധിപന്മാർ 4 സ്ഥലങ്ങൾ വിഭജിച്ചെടുത്തു. മാസിഡോണിയ, ആസിയ, ഈജിപ്ത്, സിറിയ എന്നിങ്ങനെയായിരുന്നു അത്. അങ്ങനെ 4 സാമ്രാജ്യങ്ങൾ ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. ഇവർ കുറെ നാള് ഭരിച്ചുകൊണ്ടിരുന്നു. ഈ 4 കൊമ്പുകളിൽ നിന്ന് വരുന്ന ചെറിയ കൊമ്പ് എന്താണെന്ന് നോക്കാം. 4 കൊമ്പുകളിൽ നിന്നൊരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും അനേകം നേരെയും ഏറ്റവും വലുതായി തീർന്നു. ഈ കൊമ്പ് ആരാണ്? ഗബ്രിയേൽ ദൂതൻ ദാനിയേൽ നൽകുന്ന വ്യാഖ്യാനമാണ്. അതിക്രമം തികയുമ്പോൾ ഉഗ്രഭായവും ഉപായ ബുദ്ധിയുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. ഈ സമയത്ത് സിറിയ ഭരിച്ചിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന ഒരു ചക്രവർത്തി, അതായത് അന്തിക്രിസ്തുവിന് നേരെയാണ് യെരുശലേം ദേവാലയത്തിൽ പന്നിയെ കൊണ്ട് യാഗം കഴിപ്പിച്ചാണ് ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന ചക്രവർത്തി. അന്തിക്രിസ്തുവിന് നേരെയായി നിൽക്കുന്ന ചക്രവർത്തിയാണ്. ഇപ്പൊ ഈ ചെറിയ കൊമ്പ് ആരാണ്? ചെറിയ കൊമ്പ് അന്തിക്രിസ്തുവാണ്. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ചെറിയ കൊമ്പ് ഒരു ഏകാധിപതിയായിരിക്കും, ഒരു സ്വേച്ഛാധിപതിയായിരിക്കും. ഈ ചെറിയ കൊമ്പിന്റെ അധികാരം വലുതായിരിക്കും. ഭയങ്കര ഉഗ്രഭാവം ഉണ്ടായിരിക്കും. ഉപായ ബുദ്ധിയുള്ള ഒരു നയപരമായ ഒരു ലീഡർ ആയിരിക്കും ഈ രാജാവ് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ ചെറിയ കൊമ്പിന്റെ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് 1-ാം ഘട്ടത്തിലും വിശുദ്ധന്മാരുടെ വരവിന് ശേഷവും അടുത്ത വരവിനും ഇടയ്ക്ക് ഒരു 7 വർഷം ഭരണം നടത്തുന്ന ഒരു രാജാവായിരിക്കും ഈ അന്തിക്രിസ്തു എന്ന് പറയുന്ന രാജാവ്. ഇനി അടുത്തായിട്ട് നമ്മൾ ദാനിയേലിന്റെ സ്വപ്നത്തിൽ കണ്ട ഈ 2 വിശുദ്ധന്മാർ കണ്ട 2300 ദിവസങ്ങൾ എന്താണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ സാധിക്കുന്നത്. ചെറിയ കൊമ്പിന്റെ അതിക്രമം എത്രത്തോളം നിലനിൽക്കുന്ന ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് ചോദിക്കുന്നു. അപ്പോൾ മറ്റാൾ മറുപടി പറയുന്നു, 2300 ഉഷസ്സും സന്ധ്യയും തികയോളം. അതായത് 2300 ദിവസമാണെന്ന് നമുക്ക് കണക്കാക്കാം. അക്ഷരികമായി 2300 ദിവസങ്ങളാണെന്ന് അനുമാനിക്കാം. 1109 ദിവസങ്ങളാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ 2300 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉഷസ്സും സന്ധ്യയും 2300 ആണെന്ന് മനസ്സിലാക്കാം.
ചില ആൾക്കാർ പറയുന്നു അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ക്രൂരമർദ്ദ കാലയളവ് 2300 ദിവസമാണെന്ന് പറയുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് അന്തിക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്നു. അന്തിക്രിസ്തുവിന്റെ ഭരണത്തെ നമുക്ക് 7 വർഷത്തെ ഭരണത്തെ രണ്ടായിട്ട് തിരിക്കാം, രണ്ടായിട്ട് വിഭജിക്കാം. ആദ്യത്തെ 3.5 വർഷം, അടുത്ത 3.5 വർഷം. ആ 7 വർഷത്തെ നമുക്ക് 7 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2520 ദിവസങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. 7 വർഷം എന്ന് പറഞ്ഞാൽ 2520 ദിവസമാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1260 ദിവസമാണ് ഇതിന്റെ പകുതി. 3.5 വർഷം എന്ന് പറയുമ്പോൾ 1260 ദിവസം, 7 വർഷം എന്ന് പറയുമ്പോൾ 2520 ദിവസം. ഈ സ്വപ്നത്തിൽ പറയുന്ന 2300 ദിവസങ്ങളാണ് കഠിന പീഡ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അന്തിക്രിസ്തുവിന്റെ ഭരണം 7 വർഷത്തെ ഭരണം ആരംഭിച്ച് 220 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ യഹൂദന് ആരാധനാ സാധ്യത നിഷേധിക്കും. അന്തിക്രിസ്തു ഭരണം തുടങ്ങുമ്പോൾ തന്നെ യഹൂദന് ഇതുവരെ ഒരു ആലയമില്ല. അപ്പോൾ അന്തിക്രിസ്തുവിന്റെ വാഗ്ദാനമായി യഹൂദന് ഒരു ആലയം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ യഹൂദൻ അന്തിക്രിസ്തുവിൽ ഭയങ്കര വിശ്വാസമാകും. യഹൂദന് ഇതുവരെ ആലയമില്ല. അപ്പൊ ഇത് തന്നെയാണ് ക്രിസ്തു എന്ന്, ഇത് തന്നെയാണ് തങ്ങളുടെ രാജാവെന്ന് അവർ വിചാരിക്കും. എന്നാൽ 220 ദിവസം കഴിയുമ്പോൾ ഈ അന്തിക്രിസ്തു എന്ത് ചെയ്യും? യഹൂദന്റെ ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കും. തന്റെ പ്രതിമ അവിടെ കൊണ്ടുവെക്കും. അതിനെ നമസ്കരിക്കാൻ വേണ്ടി യഹൂദനെ നിർബന്ധിക്കും. അപ്പോൾ യഹൂദൻ അത് സമ്മതിപ്പിക്കില്ല. യഹൂദന് മറ്റു വിഗ്രഹങ്ങളെ ആരാധിക്കാനുള്ള നിയമമില്ല. യഹൂദൻ സമ്മതിപ്പിക്കില്ല. അപ്പൊ കഠിന പീഡയുടെ തുടക്കം തുടങ്ങും. അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാം? 220 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ യഹൂദന് ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കും. അന്തിക്രിസ്തു ഭരണം ആരംഭിച്ചു. ഇത് 1040 ദിവസങ്ങൾ തുടരും. ഈ അധികം ഭയങ്കര പീഡയില്ലാതെ 1040 ദിവസങ്ങൾ ഇങ്ങനെ തുടരും. ആദ്യത്തെ 3.5 വർഷത്തിന്റെ 3.5 വർഷം വരെ ഇങ്ങനെ വലിയ പീഡയില്ലാതെ, വലിയ ആരാധന സാധനം ഇല്ല, എന്നാലും വലിയ പീഡയില്ലാതെ ഇങ്ങനെ പോകും. എന്നാൽ അടുത്ത 3.5 വർഷം 1260 ദിവസം കഠിനമായ പീഡയായിരിക്കും. യഹൂദന്മാർക്ക് തീവ്രതയുടെ കഷ്ടതയുടെ കാലമായിട്ട് പരിഗണിക്കും. ധാരാളം പേര് കൊല്ലപ്പെടും. കുറെ പേര് ഒളിച്ചോടി വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ യഹൂദൻ എന്ത് ചെയ്യും? കഠിനമായ പീഡയുടെ കാലഘട്ടമായിരിക്കും. ഈ പീഡയുടെ അവസാനത്തിൽ യഹൂദൻ എന്ത് ചെയ്യും? യഹൂദന് മനസ്സിലാവും അതല്ല തങ്ങൾ കാത്തിരുന്ന ക്രിസ്തു എന്ന് മനസ്സിലാവും, തങ്ങൾ കാത്തിരുന്ന രാജാവ് എന്ന് മനസ്സിലാവും. യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും? കഠിനമായിട്ട് അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ സമയത്ത് ഈ 7 വർഷത്തിന് അവസാനം എന്ത് ചെയ്യും? യേശു ക്രിസ്തു, നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തു തന്റെ സകല മഹത്വത്തോടുകൂടി ഭൂമിയിലേക്ക് വന്ന് ലോകരാഷ്ട്രങ്ങളെയും അന്ന് ഭരിച്ചിരുന്ന ഈ ചെറിയ കൊമ്പ് എന്നറിയപ്പെടുന്ന അന്തിക്രിസ്തുവിനെയും ഈ ലോകരാഷ്ട്രങ്ങളെയും ഈ അന്തിക്രിസ്തുവോട് സഖ്യത ചെയ്തിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും തന്റെ പ്രഭാവത്താൽ നശിപ്പിച്ച് യേശു ക്രിസ്തു രാജ്യം സ്ഥാപിക്കും. അതാണ് ഈ ദാനിയേൽ കണ്ട സ്വപ്നത്തിന്റെ അവസാനം, ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവസാനം അന്തിക്രിസ്തു നശിപ്പിച്ച് രാജ്യം സ്ഥാപിക്കും. ഈ യേശു ക്രിസ്തുവിന്റെ രാജ്യസ്ഥാപനത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കാത്തിരിക്കാം. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചത് സൺഡേ സ്കൂളിലെ 8ാമത്തെ പാഠമായ 11ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമായ ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനും എന്ന ദാനിയേലിന്റെ ദർശനത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ദർശനം എന്ന് പറയുമ്പോൾ ഒരു ആട്ടുകൊറ്റൻ എന്ന് പറയുമ്പോൾ എന്താണ്? മേദ്യപാസ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നു. കോലാട്ടുകൊറ്റൻ എന്ന് പറയുമ്പോൾ യവനായ സാമ്രാജ്യത്തെ കാണിക്കുന്നു. അതിൽ 4 കൊമ്പുകൾ വരും. 4 കൊമ്പിൽ ഒരു ചെറിയ കൊമ്പ് വരും. ഈ ചെറിയ കൊമ്പ് എന്ന് പറയുമ്പോൾ അന്തിക്രിസ്തുവിനെ കാണിക്കുന്നു. ഈ ചെറിയ കൊമ്പിന് എന്ത് ചെയ്യും? ഈ ചെറിയ കൊമ്പിന്റെ ഭരണത്തിന് അവസാനം ഈ ചെറിയ കൊമ്പ് ഈ അന്തിക്രിസ്തുവിനെ നശിപ്പിച്ചിട്ട് യേശു ക്രിസ്തു എന്ത് ചെയ്തു? തന്റെ സാമ്രാജ്യം സ്ഥാപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് കുറെ പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട്. ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ഇനി ലോകത്ത് നടക്കാനുള്ള കാര്യങ്ങൾ, യവനായ സാമ്രാജ്യമൊക്കെ വന്നു പോയി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നടക്കാനുള്ള കാര്യമാണ്. യേശു ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിക്കുന്ന ആ സുപ്രഭാതത്തിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുങ്ങി കാത്തിരിക്കാം എന്ന ആഹ്വാനത്തോടുകൂടി ഈ ക്ലാസ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ, ബാക്കിയുള്ള ക്ലാസ്സുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.